പ്രിയരെ നമസ്കാരം. ഇന്നത്തെ ചിന്താവിഷയം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നിടത്താണ് ഏറ്റവും നല്ല ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ സെഷൻ നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും തരിക. അതേപോലെ തന്നെ പുതുതായിട്ട് വരുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ചിന്തിക്കുന്നിടത്താണ് ഓരോന്നും തിരിച്ചറിവുണ്ടാവുന്നത്. ആ ചിന്തിക്കുന്നതിനുള്ള ആ ഒരു തിരിച്ചറിവും മറ്റുള്ളവരെ പരസ്പരം മനസ്സിലാക്കുവാനും തങ്ങൾക്ക് വേണ്ടി തങ്ങളാകുവാനായിട്ട് കൂടെ നിന്നിട്ടുള്ളവരുടെ കൂടി വാക്കുകളെ വിലയിരുത്തുവാനും ആ വാക്കുകൾക്ക് വില കൊടുക്കുമ്പോഴും ആ വാക്കുകളെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴുമാണ് മക്കൾക്ക് അവർ പോകുന്ന വഴിയിലെ അവരാഗ്രഹിക്കുന്നത് പോലെ ഉയരാൻ സാധിക്കുന്നത്. അതല്ലാത്ത പക്ഷം മാതാപിതാക്കളെയോ ഗുരുക്കന്മാരെയോ നിന്ദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിലോ അവിടെ കാര്യമായിട്ട് നേട്ടങ്ങൾ ഒന്നും അവരുടെ വഴിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കുകയില്ല. അമ്മയെ ഒന്ന് മനസ്സിലാക്കാൻ, ആ അമ്മയുടെ വാക്കുകളെ കുറിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ചിന്തിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അവരോളം വലിയൊരു മാലാഖമാർ ഇന്ന് നിങ്ങൾക്ക് ഭൂമിയിൽ ഇല്ല എന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അപ്പോൾ ഇതല്ലേ സത്യം? ചിന്തിക്കുന്നിടത്ത് മാത്രമാണ് ഓരോരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ചിന്താധാര നശിച്ച് വേണ്ടാത്തതിൻ്റെ ഓരോ പുറകെ പോകുമ്പോഴും മാതാപിതാക്കൾ നല്ല വഴി ഓതി കൊടുക്കുമ്പോൾ അത് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത രീതിയിൽ പോകുന്ന മക്കളോ ചെന്നെത്തുന്നത് പടുകുഴിയിലുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി ചിന്താബോധം മനസ്സിലുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. സുഖകരമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ വാക്കുകളെ ധിക്കരിക്കാതെ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക. അത് ചിന്താധാരയിലെ നിങ്ങൾക്ക് വാക്കുകൾക്ക് വില കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരിക. പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കണം. ശരിയല്ലേ? നിന്റെ വീട്ടിലെ ഏറ്റവും നല്ല ഷെഫ്, ഏറ്റവും നല്ല ഡോക്ടർ, ഏറ്റവും നല്ല എഞ്ചിനീയർ, ഏറ്റവും നല്ല ടീച്ചർ, ഏറ്റവും നല്ല നഴ്സ്, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവർക്കൊക്കെ എത്ര ശമ്പളം കൊടുക്കേണ്ടി വരും? എന്നാൽ ഒരു ശമ്പളം പോലും വാങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ പോലെ നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ വീട്ടിൽ ഒരാളുണ്ട്. അതാരാ? കുട്ടികളെ സംബന്ധിച്ച് അവരുടെ അമ്മയാണ്. ആണിനെ സംബന്ധിച്ച് അയാളുടെ ഭാര്യയാണ്. ഇങ്ങനെ വീടിനും വീട്ടുകാർക്കും വേണ്ടി പണിയെടുക്കുവാനായിട്ട് ഉള്ള ഒരു മെഷീൻ എന്ന കണക്കെയാണ് മറ്റുള്ളവർ ഈ പറയുന്ന കുടുംബിനിയെ കണക്കാക്കി പോരുന്നത്. ഒരു രൂപ പോലും വാങ്ങാതെ വീട്ടിലുള്ളവർക്ക് വേണ്ടി പണിയെടുക്കാൻ നടക്കുന്ന ഒരു മെഷീൻ, അതല്ലേ ഭാര്യ? നമ്മൾ ഉടമയായും അവർ അടിമയായും ജീവിക്കുന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത് ഓരോ നിമിഷവും. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം, ഇതിലെ ഉടമയും അടിമയും ഇല്ലേ? ഭർത്താവ് എന്ന ഉടമ, ഭാര്യ എന്ന അടിമ, കുടുംബത്തിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയുള്ള മെഷീനാണ് താനെന്ന ചിന്ത. ഇതെല്ലാം ഒരു പുരുഷനെ ഭരിക്കുന്ന ചില ചിന്തകളാണ്. അപ്പോൾ ഈ പറയുന്ന ജോലികളൊക്കെ ചെയ്ത് ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ചില സമ്മർദ്ദങ്ങൾ മൂലം അവരൊന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ ഭർത്താക്കന്മാർ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് തികച്ചും ഈ ഭർത്താക്കന്മാരുടെ തെറ്റിദ്ധാരണയാവാം. അവൾക്ക് എൻ്റെ പൈസ മാത്രം മതി എന്ന ഒരു ചിന്ത, ആ ഒരു വർത്തമാനം. പിന്നെയും പറയും, അവൾക്ക് എന്താ വീട്ടിലൊരു ജോലി? ഈ വീട്ടിലെ കാണാപ്പണി, ഗൃഹജോലി എന്ന് പറയുന്ന കാണാപ്പണിയാണ്. എടുക്കും തോറും ഇങ്ങനെ കൊണ്ടുവന്ന് കൂടിക്കൊണ്ടേയിരിക്കും. ഇതൊന്നും ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പുരുഷൻ അറിയണമെന്നില്ല വീട്ടിലെ കാണാപ്പണികൾ എന്തൊക്കെയാണെന്ന്. ഭാര്യ ജോലി ചെയ്യുന്നതിനോ അതിന് പൈസയുമില്ല, കണക്കുമില്ല. എന്ത് പണിയാപ്പ ഇവൾ എടുക്കുന്നത്? ഞങ്ങൾ പുറത്തു പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് അയച്ചു കൊടുത്താൽ അവൾ ഹാപ്പിയല്ലേ? ഈ ചിന്തയാണ് ഓരോ ഭർത്താവിൻ്റെയും മനസ്സിൽ. എന്നാൽ അവൾ അങ്ങനെ ഹാപ്പിയാണോ? അത് നിങ്ങൾ അവളെ ഒന്ന് സ്വയം തിരിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? മക്കളായാലും ഭർത്താവായാലും ഒരു ഭാര്യയെ അല്ലെ ഒരു അമ്മയെ തിരിച്ചറിയുവാനായിട്ട് എത്ര പേര് ശ്രമിച്ചിട്ടുണ്ട്? എത്ര പേര് ശ്രമിക്കുന്നുണ്ടെന്ന്? ശരിക്കും അങ്ങനെ തന്നെയാണോ? ശരിക്കും ഭാര്യമാരെ അല്ലെങ്കിൽ അമ്മയെ ഒന്ന് മനസ്സിലാക്കുവാൻ, ഒന്ന് തിരിച്ചറിയുവാൻ മക്കൾ ഒന്ന് ശ്രമിക്കണം. അതുപോലെ തന്നെ ഭർത്താവ് ഒന്ന് ശ്രമിക്കണം. ഇതിനൊക്കെ എത്ര പേര് തുനിയുന്നു? ഭാര്യയെ ആയാലും മക്കളെ അമ്മയെ ആയാലും ഒന്ന് മനസ്സിലാക്കാൻ, ഒന്ന് ചിന്തിക്കാൻ
അവരോളം വലിയൊരു മാലാഖമാർ ഈ ഭൂമിയിൽ ഇല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് ആദ്യം തിരിച്ചറിയുവാൻ നിങ്ങളുടെ അമ്മയ്ക്കും അതേപോലെ തന്നെ അച്ഛനും ആയിരിക്കും സാധിക്കുക. അതേപോലെ തന്നെ ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയ്ക്കായിരിക്കും ആ ഭർത്താവിനെ തിരിച്ചറിയുവാനായിട്ടും അയാൾക്കുണ്ടാകുന്ന വിഷമതകൾ അത് കണ്ടറിഞ്ഞ് പെരുമാറുവാനും സാധിക്കുന്നത്. അപ്പോൾ ഇവരെ ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്വം മക്കൾക്കും ഈ പറയുന്ന പുരുഷനായ ഭർത്താവിനും ഇല്ലേ? എന്നാൽ അതുപോലെ ഇന്ന് ചെയ്യുന്നുണ്ടോ? സ്വന്തം കാല് വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ നിർത്താനായിട്ട് പ്രാപ്തി നേടിയാലേ ഇന്ന് കുട്ടികൾ എന്താ ചെയ്യുന്നേ? കുട്ടികൾ അവർക്ക് പറ്റുന്ന ഒരു കൂട്ട് തേടി ആ കൂട്ടിനോടൊപ്പം വന്നാല് പിന്നെ അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കാം. അതുപോലെ തന്നെ അവർക്ക് പിന്നെ പുറം ലോകത്തെ സ്വാതന്ത്ര്യം, പുറം ലോകത്ത് അവർക്ക് കിട്ടുന്ന അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ നിന്നും കിട്ടുന്ന ആ സ്നേഹ സാമീപ്യം പിന്നെ അമ്മ എന്ന വാക്കിൽ മാത്രം നിലനിർത്തും. അമ്മയുടെ സാമീപ്യം വേണ്ട, അമ്മയുമായിട്ടുള്ള ബന്ധം വേണ്ട, എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിച്ച് കൂട്ടുകൂടി മുന്നോട്ട് പോകണം, ആ കൂട്ടിലാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന കുറെ മക്കളുള്ള കാലമല്ലേ ഇന്ന്. അപ്പോൾ അറിയുക, മക്കൾക്ക് എന്ത് ആപത്ത് വന്നാലും ഏത് സമയവും അവരോടൊപ്പം കൂട്ടിച്ചേർത്ത് നിർത്താനായിട്ട് മാതാപിതാക്കൾക്ക് മാത്രമേ കഴിയൂ എന്നും ഒരു പുരുഷനെ സംബന്ധിച്ച് ഭാര്യയാണ് ആ പുരുഷന്റെ എല്ലാത്തിൻ്റെയും, ഒരു സ്ത്രീയുടെ വിജയത്തിന് മുന്നിൽ ഒരു പുരുഷനുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു പുരുഷന്റെ വിജയത്തിന് മുന്നിൽ ഒരു സ്ത്രീകളുണ്ട്. മക്കൾ വളർന്നു വലുതായി അവർക്ക് ഒരു സ്വാതന്ത്ര്യവും ഇതെല്ലാം ചെയ്യുമ്പോഴും അവരാക്കുന്നത് അവരുടെ സ്വന്തം മാതാപിതാക്കൾ മാത്രമാണ്. ഇന്നലകളിൽ കണ്ടെത്തിയ സൗഹൃദ വലയങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല ഇവരുടെ വഴിയിൽ അവരാളാകാൻ എന്ന തിരിച്ചറിവും ആ സ്വയം തിരിച്ചറിവോടുകൂടി മാത്രമേ നമ്മുടെ മക്കൾ തങ്ങളുടെ മാതാപിതാക്കളോടും പ്രവർത്തിക്കാവൂ, പെരുമാറാവൂ. എന്നാലേ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിത വഴിയിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലമായി നിങ്ങൾക്ക് നേടാൻ സാധിക്കൂ. അല്ലെങ്കിൽ മാതൃനിന്ദ, ഗുരുനിന്ദ ഇങ്ങനെയുള്ള രീതിയിലുള്ള പെരുമാറ്റവുമായി പോകുന്ന ഒരാൾക്കും എത്ര കണ്ട് ആഗ്രഹിച്ചാലും എത്ര കണ്ട് പ്രവർത്തി എടുത്താലും അവർക്ക് മുന്നിൽ ഒന്നും നേടാൻ സാധിക്കില്ല. കുടം കമഴ്ത്തി വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാകും ഇങ്ങനെയുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും അത് അനുഭവത്തിലൂടെ തിരിച്ചറിയുവാൻ സാധിക്കും. അനുഭവ ദോഷം വരുത്തി വെക്കാതെ ഗുരുനിന്ദ ചെയ്യാൻ നിൽക്കുന്ന ഓരോരുത്തരും ഒന്ന് സ്വയം ആലോചിച്ചു മാത്രം മുന്നോട്ട് പോകുക. ഗുരുനിന്ദ എന്നത് അത് ശാപമാണ്. ആ ശാപം അവരുടെ തലയിൽ എന്നും നിൽക്കും. അവരാഗ്രഹിക്കുന്ന വഴിയിൽ എത്ര കണ്ട് ഉയർന്ന് പ്രവർത്തിച്ചാലും അത് നേടിയെടുക്കുവാൻ അവർക്ക് അവസരം കിട്ടില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും എത്തിക്കുക. ഓക്കെ, താങ്ക് യു. Thank you so much. Watch and subscribe, please. Okay.